ഹലോ, പുറത്ത് കറങ്ങി നടക്കുന്ന OET റീഡിംഗ് മെറ്റീരിയൽസിനെ ലെറ്റ്സ് അപ്ഡേറ്റ് ലാംഗ്വേജ് അക്കാഡമി രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. നല്ലത്, ചീത്തത്. നല്ലത് ഇത്രയുമാണെങ്കിൽ ചീത്തത് ഇത്രയുമുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന റീഡിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത് സ്കിൻ ക്യാൻസർ. ഉറപ്പായിട്ടും ഈ റീഡിംഗ് മെറ്റീരിയൽ ചെയ്യാത്ത ഒരു OET സ്റ്റുഡൻറ്റ് പോലും ഉണ്ടാവില്ല. നമ്മുടെ വിധി. പാർട്ട് എയിൽ നിന്ന് തുടങ്ങാം, അല്ലെങ്കിൽ വേണ്ട, പാർട്ട് സിയിൽ നിന്ന് തുടങ്ങാം. ആദ്യത്തെ ചോദ്യം, മോസ്റ്റ് സ്യൂട്ടബിൾ ടൈറ്റിൽ. ഇത് ഞാൻ IELTS എക്സാമിന് പണ്ട് കണ്ടിട്ടുണ്ട്, ഇപ്പൊ IELTS പോലും ഇല്ല. വാട്ട് ഇസ് ഹാർട്ട് ഫെയിലിയർ? രണ്ടാമത്തെ ചോദ്യം, ഇത് സയൻസ് ക്ലാസ്സാ അതോ ഇംഗ്ലീഷ് ക്ലാസ്സാ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് മെൻഷൻഡ് ബൈ ഡോക്ടർ ലെനിയ? ഇത് ഞാൻ അന്നേ പറഞ്ഞതാണ്, വേണ്ട. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആർ നോട്ട് മെയ്ഡ് ഇൻ 8 പാരഗ്രാഫ്? എഗെയിൻ ക്യാൻസൽ ദ ക്വസ്റ്റ്യൻ. അപ്പൊ ഈ പറഞ്ഞ ഒരു ക്വസ്റ്റിനും നമ്മളുടെ എക്സാമിന് വരാത്തതാണ്. ഇനിയും ഇതുപോലത്തെ നിരവധി ചോദ്യങ്ങൾ ഈ മെറ്റീരിയലുണ്ട്. പാർട്ട് എയിലാണെങ്കിലോ ഡയമീറ്റർ ഓഫ് ദ മോൾ ഇസ് ഡാഷ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഈ 19ാമത്തെ ചോദ്യം അതുപോലെ തന്നെ സെന്റൻസ് ടെക്സ്റ്റ് ബുക്കിലും കാണാം. എന്നാൽ പിന്നെ ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കേണ്ടതുണ്ടോ? ഇതെന്നാ ആളെ കളിയാക്കുന്ന പരിപാടിയോ അതോ ആളുടെ ലാംഗ്വേജ് ടെസ്റ്റ് ചെയ്യുന്ന പരിപാടിയോ? അങ്ങനെ എ പാർട്ടും ക്യാൻസൽ, ബി പാർട്ടിലോട്ട് ഞാൻ പോകുന്നേ ഇല്ല. അപ്പോൾ പല മുന്തിയ വാട്ടർമാർക്കിൽ ഞാൻ ഈ മെറ്റീരിയൽ പലയിടത്തും കണ്ടിട്ടുണ്ട്. മാറ്റിക്കോ, അല്ലെങ്കിൽ വിഷയമാണ്. വാക്കുകൾ കടുപ്പിക്കേണ്ടി വരും. വാക്കുകൾ കടുപ്പിക്കുന്നത് കൊണ്ട് വിഷമം തോന്നരുത്, കാരണം ക്വാളിറ്റിയാണ്. അത് എല്ലായിടത്തും വേണ്ടേ? ക്വാളിറ്റി.